ഇതിലിപ്പോ ഇക്വലൻസി പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ എന്ത് ചെയ്യാം, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് ഇതിന് ഇക്വലന്റ് ആണെന്നുള്ള രീതിയിൽ കറക്റ്റ് ആയിട്ട് അവരോട് ഇത് ISROയുടെ FAQ ഡോക്യുമെന്റിൽ കറക്റ്റ് ആയിട്ട് അവിടെ പറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോ നമുക്ക് അവരുടെ വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ എല്ലാത്തിനും ഇപ്പൊ കമ്പ്യൂട്ടർ സയൻസ് ആണെങ്കിലും ഇലക്ട്രോണിക്സ് ആണെങ്കിലും മിലിറ്ററി മെക്കാനിക്കൽ ആണെന്നുണ്ടെങ്കിലും എല്ലാത്തിനും എന്ത് ചെയ്യാം, അവര് കൃത്യമായിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ 2023-ലും 2025-ലും ക്വസ്റ്റ്യൻ പേപ്പർ അവരോട് പറഞ്ഞിട്ടുണ്ട്. ഹായ് ഓൾ, വെൽക്കം ടു ഇലക്ട്രിക്കൽ എഡ്യൂസോൺ. അപ്പോ നമ്മളെ ISROയുടെ ഏറ്റവും പുതിയൊരു നോട്ടിഫിക്കേഷൻ ഇന്നിപ്പം പുറത്തിറക്കിയിട്ടുണ്ട്. സെൻട്രലൈസ്ഡ് റിക്രൂട്ട്മെന്റ് ആണ്. അതായത് ISROയുടെ വേരിയസ് സെന്റേഴ്സിലേക്കാണ് നോട്ടിഫിക്കേഷൻ അവർ പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. ടോട്ടൽ വേക്കൻസീസ് ആണ് സയന്റിസ്റ്റ് C കാറ്റഗറിയിലേക്കാണ്. ഇറ്റ്സ് എ ഗ്രൂപ്പ് എ ഗസറ്റഡ് പോസ്റ്റ് ആണ്. ഓക്കെ, ലെവൽ 10 ആണ്. ഓക്കെ, പേമെട്രിക്സ് ലെവൽ 10 ആണ്. പിന്നെ അത് കൂടാണ്ട് PRL-ലേക്ക്, ഓക്കെ, PRL-ലേക്ക് സെപ്പറേറ്റ് ആയിട്ട് വിളിച്ചിട്ടുണ്ട്. അതെന്താ, അത് നോൺ ഗസറ്റഡ് പോസ്റ്റ് ആണ് ലെവൽ 10-ല്. ഓക്കെ, രണ്ട് സെപ്പറേറ്റ് ആയിട്ട് തന്നെയാണ് നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിട്ടുള്ളത്. ഇവിടെ PR-ൽ ഏകദേശം ഓരോരോ വേക്കൻസി വെച്ച് മാത്രമേ ഉള്ളൂ. ഇവിടെയാണ് ബൾക്ക് ആയിട്ടുള്ള വേക്കൻസി ഉള്ളത്. എല്ലാ സെന്റേഴ്സും കൂടി കൂടിയിട്ടുള്ളതാണ്. ഇത് രണ്ടും നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് നമുക്കവിടെ പറയാം. ഏറ്റവും കൂടുതൽ വേക്കൻസീസ് സയന്റിസ്റ്റ് ഇലക്ട്രോണിക്സ് ആണ്. 99 വേക്കൻസീസ് ആണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്കറിയാം, സ്വതവേ ഗേറ്റ് വഴി വിളിക്കാറുണ്ട്, നോൺ ഗേറ്റ് വഴി വിളിക്കാറുണ്ട്, സെപ്പറേറ്റ് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് വഴി വിളിക്കാറുണ്ട്. അപ്പൊ ഇത് സെപ്പറേറ്റ് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് വഴി തന്നെയാണ് വിളിക്കുന്നത്. അപ്പൊ നിങ്ങൾക്കൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി തന്നെയാണിത്. ക്വാളിഫിക്കേഷൻ പറഞ്ഞാൽ BE/BTech ഇൻ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് വിത്ത് അഗ്രിഗേറ്റ് ഓഫ് 65% അല്ലെങ്കിൽ 6.84 ഔട്ട് ഓഫ് 10 ആണ്. ഓക്കെ, ഓർ ഇക്വലന്റ് എന്ന് പറയുന്നുണ്ട്. പിന്നെ സയന്റിസ്റ്റ് മെക്കാനിക്കൽ 52ആണുള്ളത്. അതേപോലെ കമ്പ്യൂട്ടർ സയൻസ് ആണെന്നുണ്ടെങ്കിൽ 21 ഉണ്ട്. ഓക്കെ, പിന്നെ പിന്നെ PR-ലാണ്. അപ്പൊ ഇലക്ട്രിക്കൽ അതിൽ വേക്കൻസി പറഞ്ഞിട്ടില്ല. പക്ഷെ നമുക്ക് എന്താ, ഈ ISROയുടെ ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എന്താ, ഇലക്ട്രിക്കൽ ആർക്കും കൂടി അവിടെ അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടാവും, ട്രിപ്പിൾ ആർക്കും കൂടി അവിടെ അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. ഇതിന്റെ കൃത്യമായിട്ടുള്ള ഡോക്യുമെന്റ് FAQ-ല് പറഞ്ഞിട്ടുണ്ട്, ഇക്വലൻസി കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ISRO തന്നെ കൃത്യമായിട്ട് എന്താ പറഞ്ഞിട്ടുണ്ട്, ആർക്കൊക്കെ എലിജിബിൾ ആണ്, ഏതൊക്കെ ബ്രാഞ്ചസിന് എലിജിബിൾ ആണ്. അപ്പോ സയന്റിസ്റ്റ് ഇലക്ട്രോണിക്സ് ആണെന്നുണ്ടെങ്കിൽ ഏതൊക്കെ ബ്രാഞ്ചിന് എലിജിബിൾ ആണെന്നൊക്കെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അവിടെ നോക്കാം. ഓക്കെ, അപ്പൊ ഇതാണ് ഇനീഷ്യൽ സ്റ്റേജിലുള്ള വേക്കൻസി ഡിസ്ട്രിബ്യൂഷനും കാര്യങ്ങളും എല്ലാം. ഓക്കെ, അപ്പൊ ഇത്രയും സെന്റേഴ്സിലേക്കാണ് അവർ നോട്ടിഫിക്കേഷൻ ഇറക്കിയേക്കുന്നത്. കമ്പൈൻഡ് ആയിട്ടാണ്, സെൻട്രലൈസ്ഡ് റിക്രൂട്ട്മെന്റ് പ്രോസസ് ആണ്. തിരുവനന്തപുരം ഉണ്ട്, അതേപോലെ ബംഗളൂരു ഉണ്ട്, പിന്നെ ശ്രീഹരിക്കോട്ട ഉണ്ട്, അഹമ്മദാബാദ് ഉണ്ട്, ബംഗളൂരു ഉണ്ട്. ഓക്കെ, ഓക്കെ, ഇത്രയാണ് ഹൈദരാബാദ്. അപ്പോ ഇതാണ് മെയിൻ ആയിട്ടുള്ള നോട്ടിഫിക്കേഷന്റെ ഡീറ്റെയിൽസ് നമുക്ക് അവിടെ പറയാനുള്ളത്. പിന്നെ അത് കൂടാണ്ട് സെപ്പറേറ്റ് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആണ്. അതേപോലെ CGPA നമ്മൾ മെൻഷൻ ചെയ്ത് അതേപോലെ തന്നെ വേണം. 6.84 അല്ലെങ്കിൽ 65% മാർക്ക്. ഇതിൽ ഏജ് ലിമിറ്റ് പറഞ്ഞാൽ 28 വയസ്സാണ് അവിടെ ഏജ് ലിമിറ്റ് പറഞ്ഞിട്ടുള്ളത്. അതേപോലെ OBC SC ST അതേപോലെ എക്സ് സർവീസും PWD കാൻഡിഡേറ്റ്സിനൊക്കെ കറസ്പോണ്ട് ഏജ് റിലാക്സേഷൻ അവിടെ ഉണ്ട്. അപ്പൊ 27-ാം തീയതി തൊട്ടിട്ട് സെപ്റ്റംബർ മാസം 16-ാം തീയതി രാത്രി 12 മണി വരെ നിങ്ങൾക്ക് അവിടെ എന്താ അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. അപ്ലിക്കേഷൻ ഫീ ഒക്കെ ചെറിയൊരു ഫീ മാത്രമേ ഉള്ളൂ. 750 രൂപയാണ് അപ്ലിക്കേഷൻ ഫീ ആയിട്ട് വരുന്നത്. ഓക്കെ, നിങ്ങൾ എക്സാം എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് സ്വാഭാവികമായിട്ട് 500 രൂപ റീഫണ്ട് ആവേണ്ടതാണ്. അതേപോലെ നമുക്ക് എക്സാമിനേഷൻ പാറ്റേണും കാര്യങ്ങളൊക്കെ നമുക്കവിടെ നോക്കാം. അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ഫോട്ടോഗ്രാഫ്, സിഗ്നേച്ചറും കാര്യങ്ങളും അതേപോലെ കറസ്പോണ്ടൻസ് സർട്ടിഫിക്കറ്റ്സ് ഒക്കെ ഈ ഒരു പ്രിസ്ക്രൈബ്ഡ് ഫോർമാറ്റിൽ തന്നെ അപ്ലൈ ചെയ്യാൻ തന്നെ ചെയ്യാൻ വേണ്ടി നോക്കാം. അതേപോലെ സിഗ്നേച്ചർ ബ്ലാക്ക് പെന്നിൽ തന്നെ ഇടാൻ വേണ്ടി നോക്കാം. അപ്പൊ ഇതിൽ എക്സാമിനേഷൻ പാറ്റേൺ നമ്മൾ പറഞ്ഞു, സെപ്പറേറ്റ് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മളുടെ ഡിസിപ്ലിനെ ബേസ് ചെയ്തിട്ടുള്ള 90 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഓക്കെ, സോറി, 90 മിനിറ്റ്സ് 80 ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടാവുക, 80 മാർക്ക് ആയിരിക്കും ഉണ്ടാവുക. 1/3 നെഗറ്റീവ് ഉണ്ടാവും. പിന്നെ അത് കൂടാണ്ട് ആപ്റ്റിറ്റ്യൂഡ്, റീസണിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്, ആപ്റ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ എബിലിറ്റി ടെസ്റ്റ്. അപ്പൊ അത് 30 മിനിറ്റ്സ് ആയിരിക്കും ഉണ്ടാവുക. 15 ക്വസ്റ്റ്യൻസ് 20 മാർക്ക് ആയിരിക്കും ഉണ്ടാവുക. അതിന് നെഗറ്റീവ് മാർക്കിംഗ് അവിടെ ഇല്ല. ഓക്കെ, അപ്പോൾ റീസണിങ്, ലോജിക്കൽ റീസണിങ്, അതേപോലെ ഡയഗ്രമാറ്റിക് റീസണിങ്, അബ്സ്ട്രാക്ട് റീസണിങ് ഒക്കെയാണ് പറഞ്ഞില്ല. ടോട്ടൽ 100 മാർക്സിനാണ് ക്വസ്റ്റ്യൻ വരുന്നുണ്ടാവുക. ഓക്കെ, ഇപ്പം നിങ്ങളിപ്പം സെലക്ട് ചെയ്യുമ്പോൾ 1:5 എന്നുള്ള റേഷ്യോയിലായിരിക്കും. ഇപ്പൊ 100 വേക്കൻസി ആണെന്നുണ്ടെങ്കിൽ 500 ആൾക്കാരായിരിക്കും ഇന്റർവ്യൂവിന് വേണ്ടി അവർ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, ആ ഒരു രീതിയിൽ അവർ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ കറസ്പോണ്ടിങ് എന്താ പറയണ്ടേ, കാൻഡിഡേറ്റ്സ് അസസ്ഡ് ബേസ്ഡ് ഓൺ ദി ഫോളോയിങ് ആട്രിബ്യൂട്ട്സ്. അതായത് ടെക്നിക്കൽ നോളജിന് 40, അതേപോലെ ജനറൽ അവയർനെസിന്റെ റെലവൻസ് ടു ഏരിയ ഓഫ് സ്പെഷ്യലൈസേഷൻ 20, പ്രസന്റേഷൻ അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് 20, കോംപ്രിഹെൻഷൻ 10, പിന്നെ അക്കാഡമിക് അച്ചീവ്മെന്റ്സ് ഒക്കെ CGPA അതേപോലെ അക്കാഡമിക് പെർഫോമൻസിനൊക്കെ ബേസ് ചെയ്തിട്ട് സ്പ്ലിറ്റ് അപ്പും കൂടി അവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ടോട്ടൽ 100 ആയിരിക്കും ഉണ്ടാവുക.
പിന്നെ അത് പറഞ്ഞ പോലെ അൺറിസർവ്ഡ് കേസിൽ 50%, അതേപോലെ ഇന്റർവ്യൂയുടെ കേസിൽ 50%, ഗ്രേഡ് 60% മാർക്ക് ഉണ്ടാവും നമുക്കാണ് മിനിമം ആണ് പറയുന്നത്. മിനിമം ക്വാളിഫയിങ് ആണ്. പക്ഷെ എക്സാം കഴിഞ്ഞിട്ട് ഷോർട്ട് ലിസ്റ്റ് ചെയ്യുമ്പോൾ 50% മാർക്കൊന്നും മതിയാവില്ല. അതേപോലെ ഇന്റർവ്യൂ ആണെന്നുണ്ടെങ്കിൽ നല്ല മാർക്ക് സ്കോർ ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പൊ ഇത് ജസ്റ്റ് ജനറൽ ക്വാളിഫയിങ് ക്രൈറ്റീരിയ എന്ന് പറയുന്നത് മാത്രമാണ്. ഓക്കെ, അപ്പൊ ഇത്രയേ ഉള്ളൂ മെയിൻ ആയിട്ട്. അപ്പൊ നമ്മൾ ലാസ്റ്റ് ഡേറ്റിന് പിന്നെ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യാം, നെക്സ്റ്റ് വീക്കിനുള്ളിൽ തന്നെ അപ്ലൈ ആവേണ്ടി പറ്റുന്നവരൊക്കെ അപ്ലൈ ചെയ്യാം. അപ്പൊ ഈ ഒരു രീതിയിലുള്ള ഇമേജസും കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, ഈ ഒരു സ്റ്റാൻഡേർഡ് ഫോർമാറ്റിൽ തന്നെ ശ്രദ്ധിക്കുക. ഇതിപ്പോ നമ്മുടെ നോട്ടിഫിക്കേഷൻ തന്നെ ഉള്ള FAQs ആണ്, ഫ്രീക്വന്റ്ലി ആസ്ക്ഡ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ ഇതിൽ പറയുന്നുണ്ട് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്നും, അതുകൂടാണ്ട് എത്ര ആപ്ലിക്കേഷൻ ഫീ ഉണ്ടാവും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഓൾറെഡി എന്താ പറയണ്ടേ, എന്താ പറയുക, നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഓൾറെഡി വർക്ക് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളവിടെ NOC കൊടുക്കണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. ഇതിൽ തന്നെ എന്ത് ഏറ്റവും താഴെ നമുക്ക് അവിടെ ഇക്വലൻസി പറയുന്നുണ്ട്. അപ്പൊ അതിലേക്ക് നമുക്ക് അവിടെ പോവാം. ഓക്കെ, BTech കഴിഞ്ഞവർക്കൊക്കെ അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ ഇതിലിപ്പം ഇലക്ട്രോണിക്സിൽ പറഞ്ഞതിൽ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് ആർക്ക് അവിടെ അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. ഓക്കെ, അതേപോലെ ഇലക്ട്രോണിക്സ് ആൻഡ് ടെലികമ്മ്യൂണിക്കേഷൻ, ഇലക്ട്രോണിക്സ് ഇൻസ്ട്രുമെന്റേഷൻ കഴിഞ്ഞവർക്കൊക്കെ സയന്റിസ്റ്റ് ഇലക്ട്രോണിക്സ് എന്ന് പറഞ്ഞ കാറ്റഗറിയിലേക്ക് BE 001 BE 001A എന്ന് പറയുന്ന പോസ്റ്റ് കോഡിലേക്കോ അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റും. മെക്കാനിക്കലിന്റെ കേസിലാണെന്നുണ്ടെങ്കിൽ അവിടെ എന്ത് ചെയ്യാം, ഇൻഡസ്ട്രിയൽ കഴിഞ്ഞവർക്കും അതേപോലെ മെയിൻ ആയിട്ട് ഇപ്പൊ മെറ്റലർജി, അതുപോലെ പ്രൊഡക്ഷൻ കഴിഞ്ഞവർക്കൊക്കെ എന്താ മെക്കാനിക്കൽ ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. പക്ഷെ ഇതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതിലിപ്പോ സിലബസ് എന്ന് പറയുന്നത് പ്യുവർലി ഇലക്ട്രോണിക്സിന്റെ ബേസ് ആയിട്ടുള്ള സിലബസ് ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, അല്ലാതെ ഇലക്ട്രിക്കലിന്റെ ആയിരിക്കണം എന്നില്ല. ഓക്കെ, പ്യുവർലി ഇലക്ട്രോണിക്സിന്റെ, ഓക്കെ, അവരുടെ ആ ഒരു സിലബസ് ഉണ്ടല്ലോ, അപ്പൊ അതിന്റെ ബേസ് ആയിട്ടായിരിക്കും ഉണ്ടാവുക. നമ്മുടെ പവർ സിസ്റ്റം അല്ലെങ്കിൽ എന്താ പറയുക മെഷീൻസ് അതൊന്നും ഉണ്ടാവില്ല. ഡിജിറ്റൽ ഇലക്ട്രോണിക്സ്, അതേപോലെ നെറ്റ്വർക്ക് സർക്യൂട്ട്സ്, ഇലക്ട്രോസ്റ്റാറ്റിക്സ്, മാഗ്നറ്റിസം, അങ്ങനെ ഗേറ്റ് ലെവൽ ഉണ്ടല്ലോ, അങ്ങനെയുള്ള കോമൺ ആയിട്ടുള്ളത്. അതേപോലെ സിഗ്നൽസ് സിസ്റ്റം, കൺട്രോൾ സിസ്റ്റം, ഓക്കെ, അതേപോലെയുള്ള പവർ ഇലക്ട്രോണിക്സ്, അത്രയും കാര്യങ്ങളൊക്കെ ഉണ്ടാവാം. പിന്നെ കമ്മ്യൂണിക്കേഷൻ സബ്ജക്ട്സ് കാര്യങ്ങളൊക്കെ ആയിരിക്കും ഉണ്ടാവാനുള്ള സാധ്യത. ഓക്കെ, ഡിജിറ്റൽ ഇലക്ട്രോണിക്സ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ കമ്മ്യൂണിക്കേഷൻ സബ്ജക്ട്സും കൂടി ഉണ്ടാവാനാണ് സാധ്യത. നിങ്ങൾ താഴ്ന്ന കമന്റ് ചെയ്താൽ നമുക്ക് ഇതിന്റെ ഡീറ്റെയിൽസ് സിലബസ് ഡിസ്കഷൻ ഒക്കെ ചെയ്യാം. നിങ്ങളൊന്ന് നല്ല രീതിയിൽ ഒന്ന് പ്രിപ്പയർ ചെയ്യാം. കമ്മ്യൂണിക്കേഷൻ സബ്ജക്ട്സും കൂടി ഒന്ന് ഈസി ആയിട്ട് നിങ്ങൾക്ക് കവർ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുന്നതേ ഉള്ളൂ. ഓക്കെ, കമ്പ്യൂട്ടർ സയൻസിൽ ഇത്രയും ഇക്വലൻസി ഉണ്ട്. ഓക്കെ, പിന്നെ അതുകൂടാണ്ട് നമ്മളിപ്പോ അവിടെ സിലബസിൽ, സോറി, നിങ്ങൾക്ക് അവിടെ വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ ഈ ബൈലിംഗൽ അഡ്വർടൈസ്മെന്റ് ആണ് ഏറ്റവും നമ്മൾ കാണിച്ചേക്കുന്നത്. പിന്നെ അത് കൂടാണ്ട് നമുക്ക് അവിടെ എന്താ ഫ്രീക്വന്റ്ലി ആസ്ക്ഡ് ക്വസ്റ്റൻസ് ഉണ്ട്. പിന്നെ ഇത്രയും എന്താ PYQs എവിടെ അവൈലബിൾ ആണ്, കമ്പ്യൂട്ടർ സയൻസ്, ഇലക്ട്രോണിക്സ്, മെക്കാനിക്കൽ. അപ്പോൾ ഇലക്ട്രിക്കലുകാർക്ക് ഇതിന്റെ ഈ ഒരു ഇലക്ട്രോണിക്സിന്റെ PYQs നോക്കി കഴിഞ്ഞാൽ ഏകദേശം ഒരു ഐഡിയ കിട്ടും. അപ്പൊ അതിനനുസരിച്ച് നിങ്ങൾക്ക് എന്താ അപ്ലൈ ചെയ്യണോ വേണ്ടോ എന്നുള്ള കാര്യം കൂടി നിങ്ങൾക്ക് അവിടെ എന്താ മനസ്സിലാവുന്നുണ്ടാവും. ഓക്കെ, അപ്പൊ ഇത്രയേ ഉള്ളൂ. ഇതിന്റെ കൂടുതൽ വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്താൽ മതി. ഓക്കെ, താങ്ക് യു.